ഇന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്താലോ? എൻ്റെ ഓഫീസിൽ സീക്രട്ട് സാന്റ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഇത് ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സീനിയർ ചേച്ചീനെയായിരുന്നു. ഓരോ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അത് പാക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുവോ, ചേച്ചിക്ക് ഇത് കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്തായിരിക്കും, ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. എല്ലാവർക്കും അങ്ങനെയാണോ? ഇനി ഈ ഒരു ബോക്സിൽ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പൊട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ക്ലിപ്പിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു, 2 ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, പിന്നെ ഈ കമ്മലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഈ പെട്ടിയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്സിൻ്റെ ഒരു പുഡിംഗ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ എൻഗേജിൻ്റെ ഈ ഒരു പെർഫ്യൂം സെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി ഇത് നമുക്ക് പൊതിയാം. ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞു. ആ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇതിങ്ങനെ ശരിയായില്ല. എല്ലാം നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ആദ്യത്തെ പൊതിഞ്ഞു. ഇനി നമ്മളിതാ കേക്ക് പൊതിയാൻ പോവുകയാണ്. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ പൊതിഞ്ഞു വരും. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഈ നമ്മുടെ ആ കുഞ്ഞി പെട്ടിയും കൂടെ നമുക്കിങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഇട്ടു ഇതാ ശരി, ഓക്കെ. ഇനി നമുക്കിതിങ്ങനെ മേളിലായിട്ട് സ്റ്റിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബലൂൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഡോട്ട്സ് ആണ് കേട്ടോ. 2 സൈഡ് ടൈപ്പിനേക്കാൾ എപ്പോഴും നല്ല ഗ്ലൂ ഡോട്ട്സ് ആയിരിക്കും. കാരണം നമുക്കതിങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല, പോരാത്തതിന് അത്യാവശ്യം ഉറപ്പി നിൽക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കി ഒട്ടിച്ചു കൊടുത്തു. നമുക്കിനി ആ ചെറുതും കൂടെ ഒട്ടിക്കാം. 3 ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ 3ഉം കൂടെ ഒരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. അതിന് എൻ്റെ കയ്യിൽ റെഡ് റിബൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങാനും പോയില്ല. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ റിബൺ കാണാനില്ല. അതുകൊണ്ടാണ് ഈ ബ്ലൂ വെച്ചിട്ട് കെട്ടുന്നത്. എൻ്റെ മനസ്സിൽ ഗ്രീൻ, റെഡ്, വൈറ്റ് ഇതായിരുന്നു എൻ്റെ കളർ തീം. പക്ഷേ കിട്ടാത്തതുകൊണ്ടാണ് ഈ ബ്ലൂ വെച്ച് കെട്ടിയത്. ബ്ലൂ വെച്ച് കെട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ബോയ് ഉണ്ടായിരുന്നു, അത് ഞാൻ കെട്ടിക്കൊടുത്തു. അതും നമ്മളൊരു ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് വന്നാലും അത് പോവരുത്, അതായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അതും നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബോർഡ് 2 വാലില്ലേ, അത് രണ്ടും കൂടെ നമ്മൾ വളച്ചിടും. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? റെഡ് റിബണും കൂടി ആയിരുന്നെങ്കിൽ കുറച്ച് കലക്കേനെ, പക്ഷെ സാരമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഒരു ചെറിയ കാർഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് വിഷസ് എഴുതി. ഇതാണ് കേട്ടോ അമ്പിളി ചേച്ചി, ഞാൻ